ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് ഷാമിയ. ഞങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സാം ഒക്കെ ആവാറായല്ലോ അല്ലേ? ജൂണിൽ എക്സാം ആണെന്ന് പറഞ്ഞു. നമുക്ക് തുടങ്ങാം. ഇന്ന് ഫസ്റ്റ് ക്ലാസ് ആണ്. സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ ഇവിടെ. ഫസ്റ്റ് മൊഡ്യൂൾ യൂണിറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ഒന്നുമില്ല. സെക്കൻഡ് മുതലാണ് നിങ്ങൾക്ക് പ്രോബ്ലംസ് തുടങ്ങുന്നത്. ഫസ്റ്റ് ഫുള്ള് തിയറി ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഷോർട്ടായിട്ടുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചാലും മതി. എല്ലാം നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ PDF ഞാൻ നിങ്ങൾക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത് നോക്കി പഠിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് കോസ്റ്റ് എന്താണെന്നാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആക്ച്വലി ഇൻകേർഡ് ഓൺ ഓർ ആട്രിബ്യൂട്ടബിൾ ടു എ സ്പെസിഫിക് തിങ് ഓർ ആക്ടിവിറ്റി. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ അതിന് മുമ്പത്തെ സെമ്മിലായിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ടായിരുന്നുണ്ടാവും അല്ലേ? അതിനെ കുറിച്ചിട്ടും ഇതിൽ പറയുന്നുണ്ട്. ഇനി അതിന്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇൻട്രൊഡക്ഷൻ എന്താ? കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് ദ സ്പെസിഫിക് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. It is concerned with classifying, recording, and appropriate allocation of expenditure for the determination of cost of products and services and the ascertainment of the profitability. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ഒരു ബ്രാഞ്ച് ആണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെന്താ? concerned with classifying, recording, and appropriate allocation of expenditure for the determination of cost of products and services and the assessment of profitability. അതായത് ഒരു പ്രൊഡക്ട്സിന്റെയും സർവീസസിന്റെയും കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കുക. അതുപോലെ തന്നെ അതിന് എത്ര പ്രോഫിറ്റ് വരും, അല്ലെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വാങ്ങുമ്പോൾ എത്ര കോസ്റ്റ് നമ്മളിൽ നിന്ന് പോകും എന്ന് ആ രണ്ട് കാര്യങ്ങൾ നമ്മൾ തരം തിരിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നീഡാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ നീഡ് എന്താന്നാ പറയുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ എന്നുള്ളത് നിങ്ങൾ പറയണേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നീഡ് ഫോർ കോസ്റ്റിംഗ് ആണ്. കോസ്റ്റിങ്ങിന്റെ നീഡ് എന്താണ്? അതിൽ പറയുന്നത് എന്താ? പർട്ടിക്കുലർലി ആൻ ആക്ടിവിറ്റി ഇൻവോൾവ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് involves some expenditure. The expenditure may be in terms of material, labor, and other direct or indirect expenses. ഈ മെറ്റീരിയലും ലേബറും ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഇനി അടുത്ത യൂണിറ്റിൽ വരുന്ന പ്രോബ്ലം ഉണ്ടല്ലോ, ആ പ്രോബ്ലത്തിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് എന്ത് വേണം? ക്യാഷ് ചെലവാക്കേണ്ടി വരും. എന്തൊരു പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിച്ചാൽ അതിന് എന്ത് ആവശ്യമാണ്? ക്യാഷ് ആവശ്യമല്ലേ? അപ്പോൾ ഈ ചെലവിന് നമ്മൾ എന്താക്കി തിരിക്കുന്നുണ്ട്? മെറ്റീരിയൽസ്, ലേബർ, അതുപോലെ തന്നെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആക്കുന്നുണ്ട്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എന്ത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയാം? മെറ്റീരിയൽ പറയാം. ലേബർ പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ആൾക്കാരെ ഏൽപ്പിക്കുമല്ലോ, അവിടെ ഒരു വർക്കേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ സാലറിയും കാര്യങ്ങളൊക്കെയാണ് ലേബറിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ ഇപ്പം ആ കമ്പനിത്തെ മെഷീൻസിന്റെ ഉപയോഗം, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, അതൊക്കെ ആണ് അതിൽ ഉൾപ്പെടുക. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ഉൾപ്പെടുക. അതായത് ഒരു ബിസിനസ് ഇപ്പോൾ ഒരു നല്ല രീതിക്ക് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ്സിന് എന്താവശ്യമുണ്ട്? ലാഭം ആവശ്യമാണ്. അതിന് 3 എലമെന്റ്സ് ആണ് ഉള്ളത്. അത് അതിൽ പറയുന്നുണ്ട്. ദ മേജർ പർപ്പസ് ഓഫ് സച്ച് ആക്ടിവിറ്റി ഇൻ ബിസിനസ് എന്റർപ്രൈസസ് ടു ഏൺ പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ദെയർഫോർ നെസസറി ദാറ്റ് ആർ ദി 3 എലമെന്റ്സ് ഓഫ് ട്രാൻസാക്ഷൻ. 3 എലമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? കോസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് പ്രൈസ്. കോസ്റ്റ് പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞ ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാനും എത്ര ക്യാഷ് വേണം എന്നുള്ളതാണ് എന്ത് കോസ്റ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് പറഞ്ഞാലോ ആ പ്രൊഡക്റ്റ് നമ്മൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് എന്ത് പ്രോഫിറ്റ്. അതായത് നമ്മൾ കോസ്റ്റിനേക്കാളും
നമുക്ക് ചെലവായതിനേക്കാളും കൂടിയിട്ടാണല്ലോ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുക, അപ്പോഴല്ലേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത് എന്താ, പ്രൈസ് എന്ന് പറഞ്ഞാല് പ്രൊഡക്ട്സ് വിറ്റ് കിട്ടുന്ന വില. ഒരു മാർക്കറ്റിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി, ആ പ്രൊഡക്റ്റ് വിറ്റ് പോകുമ്പോൾ നമുക്ക് എത്ര പ്രൈസ് കിട്ടുന്നത്, അതിനെയാണ് എന്ത് പറയാ, പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടലൈസ്ഡ് ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ല കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെലവുകൾ എത്ര ചെലവുണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പ്രൊഡക്ട്സിന് ശരിയായ വില ഒരു ബിസിനസ്സിൽ നമ്മൾ നിശ്ചയിച്ചിട്ട് ലാഭത്തിനാക്കാനും കോസ്റ്റിംഗ് എന്താണ്, വളരെ സഹായകരമാണ്. നെക്സ്റ്റ് വന്ന് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ, അതിന് മുമ്പത്തെ സെമ്മിലാണോ എന്ന് അറിയില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ലിഫോ ഫിഫോ അതൊക്കെ അതിലല്ലായിരുന്നോ. അപ്പം അതിന്റെ ലിമിറ്റേഷൻസ് ഇതുമായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് നമ്മൾ പറഞ്ഞു ബ്രാഞ്ചസ് ആണ്, എന്തിന്റെ അക്കൗണ്ടിങ്ങിന്റെ ബ്രാഞ്ചസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്താ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് give detailed information for each department or activity. അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റിനെ കുറിച്ച് എന്തില്ല, വ്യക്തമായ ഡീറ്റെയിൽസ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തല്ല കിട്ടൂല. അതിന് പകരമായിട്ട് മുഴുവൻ സ്ഥാപനത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുക. അതാണ് ഫസ്റ്റ് ആയിട്ടുള്ള ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഡസ് നോട്ട് സെപ്പറേറ്റ് കോസ്റ്റ് ക്ലിയർലി ലൈക്ക് ഫിക്സ്ഡ് ഓർ വേരിയബിൾ കോസ്റ്റ്. ചെലവുകൾ എപ്പോഴും എന്താണ്, ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ മാറ്റത്തിനനുസരിച്ച് മാറ്റുന്നതാണോ എന്ന് എന്ത് ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വ്യക്തമാക്കണില്ല. അതിനാൽ തന്നെ ഏതെല്ലാം ചെലവുകൾ നമ്മൾ കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ ഏതെല്ലാം ചെലവുകൾ നമ്മൾ മാറ്റണം എന്ന് എന്ത് ചെയ്യാൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലാക്ക് ഓഫ് എ ഗുഡ് സിസ്റ്റം ടു കൺട്രോൾ സ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ ആൻഡ് ലേബർ. മെറ്റീരിയൽസും ലാബേഴ്സും നിയന്ത്രിക്കാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഒരു വ്യക്തമായൊരു സിസ്റ്റം ഇല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് സെറ്റ് എനി റൂൾസ് ഓർ സ്റ്റാൻഡേർഡ്സ് ടു കമ്പയർ കോസ്റ്റ്. ചെലവുകൾ എങ്ങനെ ചെലവാക്കണം, അതുപോലെ തന്നെ എത്ര വരെയാണ് ഒരു നോർമലി നമ്മളൊരു പ്രൊഡക്റ്റിന് ചെലവാക്കേണ്ടത് എന്നതിന് എന്തില്ല, യാതൊരു റൂൾസും ഇല്ല. അപ്പം ഓരോ ചെലവും നല്ലതാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഇത്ര ചെലവ് ഒരു പ്രൊഡക്റ്റിന് ഇത്ര കോസ്റ്റ് വന്നാൽ അത് നമുക്ക് പ്രോഫിറ്റ് ആണോ അതോ ലോസ് ആണോ വരിക എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കമ്പയർ ചെയ്യാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പറ്റുന്നില്ല. പിന്നെ ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ഇൻ ഡിസൈഡിങ് ദി റൈറ്റ് പ്രൈസ് ഫോർ പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതായത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ ആക്ച്വൽ പ്രൈസ്, ഒരു ആക്ച്വൽ ആയിട്ട് ഒരു പ്രൈസ് ഉണ്ടാവില്ല ഒരു പ്രൊഡക്ട്സിന്, അത് എങ്ങനെ നിശ്ചയിക്കണം എന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല. പിന്നെ സിക്സ്ത് പോയിന്റ്, ഇറ്റ് ഓൺലി ഷോ ഓൾഡ് ഡാറ്റ മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു ചെക്ക് കറന്റ് കോസ്റ്റ്. അതായത് ഓൾഡ് ഡാറ്റ ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ട് നൽകുന്നത്. എപ്പോഴും എന്താണ്, പഴയതാണ് നമുക്ക് ആദ്യം കിട്ടുന്നത്. അപ്പൊ അതിനാൽ ഇപ്പോഴത്തെ ചെലവുകൾ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ എന്താണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്നത് കോസ്റ്റിംഗ് ആൻഡ് ദി എക്കണോമി എന്നാണ്. അത് നമ്മളെ കോസ്റ്റിംഗ് കൊണ്ട് എക്കണോമിക്ക് എന്താണ് ഉപകാരം ഉണ്ടാവുന്നത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എങ്ങനെയൊക്കെ അത് പ്രോഫിറ്റബിളി ആവുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഇതൊക്കെ കുറച്ചും കൂടി വൈഡ് ആയിട്ടാണ് നിങ്ങളെ PDF ഉള്ളത്. ഞാൻ ഒന്നുകൂടി ഷോർട്ട് ആക്കിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ പറയുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എക്സാമ്പിൾ അടക്കം പറയാം. അതാവും ഒന്നും കൂടി നിങ്ങൾക്കൊരു സ്യൂട്ടബിൾ ആവുക. അപ്പൊ ഞാൻ എക്സാമ്പിൾ കൂട്ടിയിട്ടാണ്, ഇതിൽ ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടില്ല, പക്ഷെ ഞാനൊരു എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ എക്സാമ്പിളും കൂടി കൂട്ടി പറയാം. അതാവുമ്പോൾ ഒന്നും കൂടി ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ കോമ്പറ്റീഷൻ. ഗ്ലോബൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സ്ട്രോങ് മാർക്കറ്റ് കോമ്പറ്റീഷൻ നീഡ്സ് ഗുഡ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രൈസിങ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ പ്രൊഡക്ട്സ് മാർക്കറ്റിൽ വിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോ ഒരു 2 മൊബൈൽ കമ്പനി ഒരേ ടെക്നോളജി ഉള്ള ഫോണുകൾ വിൽക്കുമ്പോൾ എത്ര ചെലവിലാണ്
ആ പ്രൊഡക്റ്റ് ആ ഫോൺ നമ്മൾ എത്ര ചെലവിലാണ് ഒരു ഉണ്ടാവുക എന്നത് തീരുമാനിക്കാൻ എന്താണ് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അപ്പൊ കുറഞ്ഞ ചെലവില് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ കോമ്പറ്റീഷൻ എന്ത് ചെയ്യും, അവര് ഇപ്പൊ രണ്ട് ഫോൺ കമ്പനികൾ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിൽ ഏത് കമ്പനിയാണ് ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയത്, അവരെ ഇരിക്കില്ലേ ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുക. അതാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ലിമിറ്റഡ് റിസോഴ്സസ് ആണ്. സെക്കൻഡ് പോയിന്റ് ലിമിറ്റഡ് റിസോഴ്സസ്. അതിൽ എന്താ പറയുന്നത്, റിസോഴ്സസ് ആർ സ്കെയർസ് സോ ദേ മസ്റ്റ് ബി യൂസ്ഡ് വൈസ്ലി ടു അവോയ്ഡ് വേസ്റ്റ്. അതായത് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനിയിലുള്ള മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ലേബർ, ടൈം ഒക്കെ എന്താണ്, പരിമിതമാണ്. കാരണം കൂടുതൽ അളവിൽ നമുക്ക് കിട്ടണം എന്നില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ബേക്കറിയിൽ ദിവസത്തിൽ 100 കിലോ മാവ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്, ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു 10 കിലോ മാവ് എന്ത് ചെയ്തു, കേടുവന്നു. അപ്പൊ എന്തായി, 10 കിലോന്റെ പ്രൊഡക്ഷൻ എന്തായി, നഷ്ടപ്പെട്ടു. അപ്പൊ ഇതെന്ത് ചെയ്യും, പ്രോഫിറ്റിനെ ബാധിക്കും. കാരണം 100 കിലോ മാവ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്, ബ്രെഡ് ഉണ്ടാക്കുന്നത്. അതിൽ ഒരു 10 കിലോ കേടെന്നാൽ ആ 10 കിലോന്റെ പ്രൊഡക്ഷൻ പോയല്ലോ. അപ്പൊ ആ 10 കിലോന്റെ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യും, നഷ്ടം. അവിടെ എന്ത് വരും, ലോസ് വരും. അപ്പം കോസ്റ്റിംഗ് ഉപയോഗിച്ചാല് എവിടെയാണ് നഷ്ടം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ എങ്ങനെ അതിനെ നമുക്ക് കുറക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ലിമിറ്റഡ് റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയിലുള്ള എന്തൊക്കെ മെറ്റീരിയൽസും ലേബറും ടൈമും ഒക്കെ എന്താണ്, പരിമിതമാണ്. കാരണം നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ ഓർമ്മിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് കോംപ്ലക്സ് മാനേജ്മെന്റ് ആണ്. കോംപ്ലക്സ് മാനേജ്മെന്റ് പറഞ്ഞാല് മാനേജിങ് ഇൻഡസ്ട്രീസ് ഈസ് കോംപ്ലക്സ് ആൻഡ് നീഡ് കോൺസ്റ്റന്റ് അറ്റൻഷൻ. അതിലെന്താ പറയുന്നത്, മാനേജിങ് ഇൻഡസ്ട്രീസ് ഈസ് കോംപ്ലക്സ് ആൻഡ് നീഡ്സ് കോൺസ്റ്റന്റ് അറ്റൻഷൻ. ഒരു വലിയ സ്ഥാപനത്തിലൊക്കെ എന്തുണ്ട്, നിരവധി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു കോളേജിൽ ഇപ്പൊ നമ്മളൊരിത് പറയുമ്പോൾ കോളേജിൽ എന്തിനുണ്ട്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ അതില് ഒരു കമ്പനി ബേസിലാണ് പറയുന്നത് വെച്ചാൽ ആ കമ്പനിയിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, പാക്കേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാനും കൊടുത്തിട്ടുണ്ടാവുക, ഇന്നത് ചെയ്യണം ഇത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ എന്താണ്, ഒരു പാക്കിംഗ് ഡിപ്പാർട്ട്മെന്റ്. കാരണം ചോക്ലേറ്റ് ഒക്കെ പാക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമല്ലോ. അതിൽ കൂടുതൽ ചെലവ് ഉണ്ടാകുന്നുണ്ടെന്ന് കോസ്റ്റിംഗ് കണ്ടുപിടിച്ചു. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മള് പാക്കേജിംഗ് ആണ് എന്ത്, കസ്റ്റമേഴ്സിന്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ. മാം എൻറോൾ ചെയ്യുന്ന മാം ആണോ? എങ്ങനെ, ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ എൻറോൾമെന്റ് കൊടുക്കുന്ന മാം ആണോ? അല്ലല്ലോ, സാറ് പറഞ്ഞില്ലേ സാറാണല്ലേ. അത്. എന്റെ ഫ്രണ്ട് ജോയിൻ ചെയ്യാൻ നോക്കിയിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നത്. അവൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. എൻറോൾമെന്റ് കൊടുത്തിട്ടേ ഉള്ളൂ. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ മാം.
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഏതുവരെ ഇപ്പൊ പറഞ്ഞു നിർത്തി? കോംപ്ലക്സ് മാനേജ്മെന്റ്. കോംപ്ലക്സ് മാനേജ്മെന്റ് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വലിയ സ്ഥാപനത്തിൽ എന്തുണ്ട്, കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. നമ്മൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിൽ പാക്കേജിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ്, കോസ്റ്റ് എന്താണ്, വളരെ കൂടുതലാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് പറ്റും. പാക്കേജിങ്ങിൽ എങ്ങനെ നമ്മൾ കോസ്റ്റ് കൂടുന്ന വെച്ചാൽ, ഇപ്പോൾ കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആവുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പാക്ക് ചെയ്യുക. ഇപ്പൊ ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ അട്രാക്റ്റീവ് തോന്നുന്ന തരത്തിലായിരിക്കും അവർ എന്ത് ചെയ്യുക, പാക്കേജിങ് ഡിസൈൻ ചെയ്യുക. അപ്പൊ അവിടെ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കോസ്റ്റ് എന്ത് ചെയ്യും, കൂടാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ വരുന്ന കോസ്റ്റ് നമുക്ക് കോസ്റ്റിംഗ് വഴി എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഫോർത്ത് പോയിന്റ് പറഞ്ഞാല് ഫാസ്റ്റ് ഡിസിഷൻസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവണമെങ്കിൽ പറയണം കേട്ടോ. ഫാസ്റ്റ് ഡിസിഷൻസ് ആണ് നെക്സ്റ്റ് പോയിന്റ്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണോ? അതെ, ഫസ്റ്റ് യൂണിറ്റാ പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ഓക്കെ. പറയട്ടെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ടെക്സ്റ്റിൽ ഏത് ഭാഗാന്നൊന്ന് പറയാൻ പറ്റും? ടെക്സ്റ്റ് ഇതാണ്. നിങ്ങളെ കയ്യിൽ ടെക്സ്റ്റ് ആണോ? അതെ. ടെക്സ്റ്റ് ആണുള്ളത്. അതെ, ടെക്സ്റ്റില് എനിക്കൊരു PDF ആണ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഞാൻ ടെക്സ്റ്റ് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ടെക്സ്റ്റിൽ 9th പേജ് ആണ് ഇപ്പൊ പറയണത്. കോസ്റ്റിംഗ് ആൻഡ് എക്കണോമി അല്ലേ മാം ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതെ. 8th 9th. ഓക്കെ. പറയട്ടെ. ഓക്കെ മാം പറഞ്ഞു. ഓക്കെ, അപ്പൊ ഫോർത്ത് പോയിന്റ് പറഞ്ഞാല് ഫാസ്റ്റ് ഡിസിഷൻസ് ആണ്. ക്വിക്ക് ആൻഡ് കറന്റ് ഡിസിഷൻസ് ഡിപ്പെൻഡ് ഓൺ ആക്യുറേറ്റ് കോസ്റ്റിംഗ് ഡാറ്റ. അതിന് എന്താ വെച്ചാല്, ഇപ്പത്തെ ഒരു മോഡേൺ എക്കണോമിയിൽ ബിസിനസ് എന്താണ്, കൂടുതലാണല്ലോ. ഓരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ വഴി അല്ലെങ്കിൽ നമ്മളെ സാധാ സ്റ്റോർ വഴിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ് കൂടുതലാണ്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ആവശ്യം വരുമ്പോൾ അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യാനുണ്ട്, മനസ്സിലാവണില്ല. ഞാനൊന്നും കൂടി പറഞ്ഞുതരാം. അതായത് ഒരു ബിസിനസ് ഈ ലോകത്ത് കാര്യങ്ങൾ വളരെ വേഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഗോൾഡ് പ്രൈസ് ഒക്കെ കണ്ടില്ലേ, ദിവസം കൂടുന്നോറും കൂടി പോവാണ്. അപ്പം വിലയും അതിന്റെ പ്രൈസും അതുപോലെ തന്നെ ആവശ്യം കൂടുകയോ കുറയോ ചെയ്യുന്നുണ്ട് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് ഒരു തരത്തിൽ മാറി നിൽക്കുന്നില്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഒരു സ്നാക്സ് കമ്പനി ചിപ്സ് വിൽക്കുന്നുണ്ട്. അപ്പൊ ചിപ്സ് വിൽക്കുമ്പോൾ എന്താണ്, ഓയിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ച് മുമ്പ് വരെ ഓയിലിന്റെ വില എന്തായിരുന്നു, കുറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്തായി, കൂടിയ ടൈമാണ്. അപ്പോ നമുക്ക് അറിയില്ല ഇനിയിപ്പോ ഇത് പ്രോഫിറ്റ് ഉണ്ടാവോ. ഇപ്പൊ ഓയിലിന് വില കൂടിയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് ലഭിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ വില കൂട്ടണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് സഡൻ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റൂല. അപ്പൊ ഇതിലെന്താ പറയുന്നത്, കോസ്റ്റിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, സഡൻ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയും. കാരണം ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിലും പെട്ടെന്ന് ഫാസ്റ്റ് ഡിസിഷൻസ് നമുക്ക് എടുക്കാനായിട്ട് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമം പ്രോഫിറ്റ് ആണ്. നിങ്ങളെ ടെക്സ്റ്റിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എനിക്ക് എഴുതിയപ്പോൾ ഒന്നും അങ്ങോട്ട് തിരിഞ്ഞു പോയത്. അപ്പൊ നമ്മള് ഒപ്റ്റിമം പ്രോഫിറ്റ് തന്നെ പറയാം. ഞാൻ സ്ക്രീനിൽ അതായിരുന്നു കാണിച്ചിന്, പോയില്ലേ അത്. ഓക്കെ, ഒപ്റ്റിമം പ്രോഫിറ്റ് ആണ് പറയുന്നത്. ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് ബിസിനസ്സസ് നീഡ് എഫിഷ്യന്റ് ഓപ്പറേഷൻസ് ആൻഡ് കോസ്റ്റിംഗ്. അതായത് ഒരു കമ്പനി കൂടുതൽ പ്രോഫിറ്റ് നേടണം എന്നത് എല്ലാവിധ സ്ഥാപനത്തിന്റെ എന്താണ്, മെയിൻ ലക്ഷ്യമാണ്. കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എല്ലാ കമ്പനികളുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ചെലവുകൾ കുറക്കണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യും, അവർ ശ്രമിക്കും. ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെലവ് കുറക്കാൻ കഴിയും, എങ്ങനെയൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനൊക്കെ എന്ത് ചെയ്യും, കമ്പനി കൂടുതലായിട്ട് ശ്രമിക്കും ആ ഒരു ടൈമിൽ. അപ്പം ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറഞ്ഞുതരാം. എന്താ പറയാ, ഒരു ജ്യൂസ് കമ്പനിയിലെ
ഒരു ബോട്ടിൽ ജ്യൂസിന് ഒരു 20 രൂപ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. 20 രൂപ കേട്ടോ. അപ്പൊ ആ കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാൻ കുറഞ്ഞത് എത്രയെങ്കിലും വേണം, ഒരു 5 രൂപയെങ്കിലും കുറഞ്ഞത് വേണം, എന്നാലല്ലേ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അവർക്ക് എന്താണ്, സാധാരണക്കാർ കൂടുതൽ പാക്കിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ചെലവാകുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിലിന്റെ ഡിസൈനിങ്ങും അതുപോലെ തന്നെ പാക്കേജിങ്ങും ഒക്കെ കൂടുതൽ നമുക്ക് കോസ്റ്റ് അതിൽ ചെലവാകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ എന്ത് പ്രോഫിറ്റ് കുറയുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോസ്റ്റിംഗ് വഴി അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അത് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് കോസ്റ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 6th പോയിന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ബിസിനസ് മസ്റ്റ് പ്രൊവൈഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആൻഡ് അറ്റ് ഫെയർ പ്രൈസ് കൺസ്റ്റന്റ്ലി. അതായത് ജനങ്ങൾക്ക് നല്ല പ്രൊഡക്ട്സ് കുറഞ്ഞ പ്രൈസിന് കൊടുക്കണം. കാരണം അവിടെ എന്തുള്ളൂ, ജനങ്ങള് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങുള്ളൂ. കാരണം കൂടുതൽ പ്രൈസ് ഉള്ളിടത്തൊന്നും അധികം ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നുള്ളൂ. നല്ല ലക്ഷറി ആയിട്ട് നിൽക്കുന്നവരൊക്കെ കൂടുതൽ പ്രൈസിന്റെ സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് ഒക്കെ ആയിട്ട് വാങ്ങി ഉപയോഗിക്കാറുള്ളൂ. പക്ഷെ കൂടുതൽ ആൾക്കാർ എന്താണ്, ഒരു അഫോർഡബിൾ പ്രൈസിന്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു സ്കൂള് യൂണിഫോം നിർമ്മിക്കുന്ന ഒരു കമ്പനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ക്വാളിറ്റി ഉള്ള യൂണിഫോം കുറഞ്ഞ പ്രൈസിന് നൽകണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, കോസ്റ്റിംഗ് വഴി കോസ്റ്റ് കുറച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൈസ് കുറക്കാൻ കോസ്റ്റിംഗ് എന്ത് ചെയ്യാൻ സഹായിക്കും. അതായത് ഒരു യൂണിഫോം, കാരണം സ്കൂളിൽ കുറെ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് എല്ലാ കുട്ടികൾക്കും യൂണിഫോം എന്ത് ചെയ്യാൻ, ക്വാളിറ്റി ഉള്ള യൂണിഫോം എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞ പ്രൈസിന് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞ്, കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. അപ്പൊ അതാണ് കോസ്റ്റിംഗ് ആൻഡ് ദി എക്കണോമി എന്ന് പറഞ്ഞാല്. അതായത് കോസ്റ്റിംഗ് എക്കണോമിക്ക് എങ്ങനെ യൂസ്ഫുൾ ആവണം എന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെഫിനിഷൻസ് ആണ്. ഇത് നിങ്ങളെ ടെക്സ്റ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ എൻ്റെ ഒരു നോട്ടിൽ ഉണ്ടായിരുന്നു, ഞാൻ പഠിച്ചത് അന്നത്തെ ഒരു നോട്ടിൽ ഉണ്ടായിരുന്ന ഒരു ഡെഫിനിഷൻസ് ആണ്. ഇതൊന്നും കൂടി സിമ്പിൾ ആണെന്ന് തോന്നി നിങ്ങളത് നോക്കിയപ്പോൾ, അതുകൊണ്ട് ഞാൻ ഇത് എഴുതിയത്. നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ ആണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് തന്നെ പഠിക്കട്ടോ. നിങ്ങളിൽ എന്തോ ICMA ആണ്, ഇതിൽ CIMA ആണ്. രണ്ടും ഡിഫൈൻ ചെയ്തത് ഏറെക്കുറെ സെയിം ആയിട്ട് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഏതാ സ്യൂട്ടബിൾ വെച്ചാൽ നിങ്ങൾ അത് പഠിക്കുക. ഞാൻ ഒന്നുകൂടി സിമ്പിൾ തോന്നിയപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേർത്തു എന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ്. കോസ്റ്റിംഗ് എന്താണെന്ന് പറയുന്നത്, കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു നേരത്തെ. കോസ്റ്റ് അക്കൗണ്ട് നമ്മൾ പറഞ്ഞു, അതിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ലിമിറ്റേഷൻസും പറഞ്ഞു. മാം ഇതിൽ ഏത് ഡെഫിനേഷൻ എടുത്താലും മാർക്കിംഗ് വരുന്നത് സെയിം ആയിരിക്കും അല്ലെ? അത് സെയിം ആണ്. മാർക്ക് വരുന്നത് സെയിം ആയിരിക്കും അല്ലെ? മാർക്ക് സെയിം ആണ്. കാരണം ഡെഫിനിഷനിൽ മാർക്ക് അങ്ങനെ കുറക്കൊന്നുമില്ലല്ലോ. കാരണം ഒരാൾ ഡിഫൈൻ ചെയ്തത് എല്ലാവർക്കും സെയിം ആയിട്ട് തന്നെ ഇടാം മാർക്ക്. ഓക്കെ മാം. ഓക്കെ, അപ്പൊ പറയാം. നെക്സ്റ്റ് കോസ്റ്റിംഗ് ആണ്. CIMA ആണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. കോസ്റ്റിംഗ് ഈസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് ദി കോസ്റ്റ്. അപ്പം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വരുന്ന ഓരോ ചെലവും കൃത്യമായി കണ്ടെത്തുന്ന ഒരു ടെക്നിക്കാണ് എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്. ഞാൻ ഒന്ന് സ്പീഡിൽ പോകുന്നുണ്ട്, സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാം ആവാറായിക്കണ്, വല്ലാതെ വൈഡിൽ എടുക്കാൻ ടൈം ഉണ്ടാവില്ല എന്ന്. ഞാൻ ഒന്ന് സ്പീഡ് ആക്കുന്നുണ്ട് കേട്ടോ, കാരണം ഈ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ അവിടെ പ്രോബ്ലംസിനൊക്കെ നല്ല ടൈം എടുക്കും. ഞാൻ ഒന്ന് സ്പീഡിൽ പോകുന്നുണ്ടേ. നെക്സ്റ്റ് പറഞ്ഞത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണെന്നാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതും CIMA തന്നെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ദ ഫോർമൽ സിസ്റ്റം ഫോർ റെക്കോർഡിംഗ് ദി കോസ്റ്റ്. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ഫോർമൽ അക്കൗണ്ടിങ് സിസ്റ്റം സെറ്റപ്പ് ഫോം റെക്കോർഡിംഗ്, അനലൈസിംഗ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്താണ്, ചെലവുകൾ കൃത്യമായി റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാല്, ഒരു കമ്പനിക്ക് എത്ര ചെലവാണ് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി വന്നത്, അതുപോലെ തന്നെ ആ ചെലവിനെ റെക്കോർഡ് ചെയ്യാനും അനലൈസ് ചെയ്യാനും ഫ്യൂച്ചറിലേക്ക് ആ ചെലവ് എങ്ങനെ കണക്കാക്കാൻ കഴിയുമെന്നും നമ്മൾ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോസ്റ്റ് അക്കൗണ്ടൻസി. CIMA London. Cost accountancy has the operation of costing and cost accounting principles, methods and techniques to the science, art and practice of cost control and ascertainment of profitability. നമ്മൾ കോസ്റ്റ് അക്കൗണ്ടൻസി ഇതിന് മുന്നിൽ നമ്മൾ CIMA ലണ്ടൻ അല്ലെങ്കിൽ CIMA
CIMA UK എന്നോ എന്ത് കൊടുത്താലും കുഴപ്പമില്ല. ലണ്ടൻ ആയാലും UK കൊടുത്താലും ഒക്കെ സെയിം തന്നെയാണ്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടൻസി ആണ് പറഞ്ഞത്. കോസ്റ്റ് അക്കൗണ്ടൻസി പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ചെലവ് എങ്ങനെ നമ്മൾ കണക്കാക്കുക, അതുപോലെ തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യുക, എത്ര ചെലവ് വരും, എത്ര പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ്സ് ആണ് എന്ത് കോസ്റ്റ് അക്കൗണ്ടൻസി പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എന്താന്ന് വെച്ചാല് ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കുക വിചാരിച്ചാല്, ഒരു കേക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറെ ചെലവുകൾ വരുന്നുണ്ട്. അതിന്റെ ഓരോ സാധനങ്ങൾ, എന്താണ് ക്രീം, അതുപോലെ തന്നെ മറ്റേ പൈപ്പിംഗ് ബാഗ്, അങ്ങനെ ഓരോ സംഭവങ്ങള്, അതിന് ഓരോന്നിനും നമ്മൾ ഡിഫറെന്റ് പ്രൈസ് കൊടുത്തിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ ഡിഫറെന്റ് കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ആ എല്ലാ കോസ്റ്റിനും നമ്മൾ റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസി പറയുന്നത്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇത് ഞാനൊന്ന് ഷോർട്ട് ആക്കിയിട്ട് തന്നെ കേട്ടോ എഴുതിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ്. ഒരു പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ എത്ര ചെലവാകുമെന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യും കോസ്റ്റ് അക്കൗണ്ടിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, കൺട്രോൾ കോസ്റ്റ്. അതായത് ഒരു ആവശ്യമില്ലാത്ത ചെലവുകളൊക്കെ നമുക്ക് എന്തായിരിക്കും ഒഴിവാക്കി കിട്ടും. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ എന്താ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ. ടു ഡിറ്റർമൈനിങ് സെല്ലിംഗ് പ്രൈസ്. പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന് ഒരു പ്രൈസ്, നമ്മളിപ്പോ ഒരു പ്രൊഡക്ട്സ് വാങ്ങി, അപ്പൊ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് ഉണ്ടാവുമല്ലോ ഒരു ടാഗ്, പ്രൈസ് ടാഗ് ഉണ്ടാവുമല്ലോ. അപ്പം ഒരു പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായി എത്ര വില വരും. അപ്പം ഒരു പ്രൊഡക്റ്റ്, നമ്മളിപ്പോ നേരത്തെ ഒരു ജ്യൂസിന്റെ കഥ പറഞ്ഞല്ലോ, ഒരു 20 രൂപയാണ്, മിനിമം 5 രൂപയെങ്കിലും നമുക്ക് കൂടി കിട്ടിയാൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം അതുപോലെ തന്നെ ഒരു പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസ് നിശ്ചയിക്കുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര വില കൂടിയാലാണ് അത് പ്രോഫിറ്റ് ആയി കിട്ടുക എന്നുള്ളത് കണ്ടെത്താൻ എന്ത് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, ടു അസർട്ടൈൻ പ്രോഫിറ്റ്സ്. ഓരോ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ കമ്പനിക്ക് എത്ര ലാഭമാണ് അല്ലെങ്കിൽ എത്ര നഷ്ടമാണ് ഉണ്ടാകുന്നത് കണ്ടെത്താൻ എന്ത് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ആ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് തയ്യാറാക്കുന്നുണ്ട്. ടു ഹെൽപ്പ് മാനേജ്മെന്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനും അതുപോലെ തന്നെ ആവശ്യമായ വിവരങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട് നൽകുന്നുണ്ട്. ടു മെഷർ എഫിഷ്യൻസി. മെഷർ എഫിഷ്യൻസി പറഞ്ഞാൽ ഒരു കമ്പനിയിലെ വർക്കേഴ്സും അതുപോലെ തന്നെ മെഷീൻസും എത്ര പ്രൊഡക്ടിവിറ്റിയോടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യം വിലയിരുത്താൻ എന്ത് ചെയ്യുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് സഹായിക്കുന്നുണ്ട്. ടു കൺട്രോൾ ആൻഡ് റെഡ്യൂസ് വേസ്റ്റേജ്. ഓവറായിട്ടുള്ള ചെലവുകൾ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഉപയോഗങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് കുറക്കാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഒരു 8 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ്. ഓരോ പ്രൊഡക്ട്സിന്റെയും യൂണിറ്റ് ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോസ്റ്റ് കണക്കാക്കുന്നത്. കൺട്രോൾ കോസ്റ്റ്, കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഡിറ്റർമിനിങ് സെല്ലിംഗ് പ്രൈസ്, ഓരോന്നിന്റെയും സെല്ലിംഗ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നുണ്ട്. അസർട്ടൈൻ പ്രോഫിറ്റ്, പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നഷ്ടമാണോ അല്ലെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നത് കണ്ടെത്തുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട് തയ്യാറാക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഫിഷ്യൻസി മെഷർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേസ്റ്റേജ് ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പറയാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാല് ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കോസ്റ്റ് അക്കൗണ്ടിന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത് ഫൈൻഡ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് സർവീസസ്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്താ പറയുന്നത് ഷോ ഓവറാൾ റിസൾട്ട് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താ പറയുന്നത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്
ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്? കമ്പനിയുടെ മൊത്തത്തിലുള്ള റിസൾട്ട്സും ഫിനാൻഷ്യൽ പൊസിഷനും ആണ് കാണിക്കുന്നത്. നമ്മൾ ലിമിറ്റേഷൻസിൽ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാതെ മൊത്തം ഓവറോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പറയുന്നത്. നമ്മൾ ലിമിറ്റേഷൻസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ ചെയ്യുന്നത്? പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ കോസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താ ചെയ്യുന്നത്? കമ്പനിയുടെ മൊത്തത്തിലുള്ള റിസൾട്ട്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷനാണ് എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, യൂസ്ഡ് ബൈ ഇന്റേണൽ മാനേജ്മെന്റ്. ഞാൻ ആ MGT എന്ന് എഴുതുന്ന മാനേജ്മെന്റ് ആണ് കേട്ടോ, ഞാൻ ഷോർട്ട് ആക്കി എഴുതിയതാണ്. അപ്പൊ യൂസ്ഡ് ബൈ ഇന്റേണൽ മാനേജ്മെന്റ്, ആരത്? ഇന്റേണൽ മാനേജ്മെന്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആരാണ് യൂസ്ഡ് ബൈ ഔട്ട്സൈഡേഴ്സ് ലൈക്ക് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സും ഷെയർ ഹോൾഡേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. ഞാനിത് സിമ്പിൾ ആക്കി, വളരെ സിമ്പിൾ ആക്കിയിട്ടാണ് ഇപ്പൊ ഈ ഡിഫറൻസ് ഇതിൽ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് തന്നെ ആവും കുറച്ചും കൂടി സ്യൂട്ടബിൾ. ഞാനിത് എക്സാംസിനൊക്കെ തീരെ നോക്കാതെ പോകുന്നവർക്ക് പെട്ടെന്ന് ഒരു കാച്ചപ്പിന് വേണ്ടിയിട്ട് എഴുതിണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇന്റേണൽ മാനേജ്മെന്റ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ആരാണ്? ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് നോട്ട് നീഡഡ്. ക്യാഷ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് ആവശ്യമില്ല? ഓഡിറ്റ് ആവശ്യമില്ല. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്തുണ്ട്? എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? ആവശ്യമായിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ബ്രേക്ക് കോസ്റ്റ് ഇൻ ടു മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ചെലവുകളെ എന്താക്കി തരംതിരിക്കുന്നുണ്ട്? മെറ്റീരിയൽ ആയിട്ടും ലേബർ ആയിട്ടും ഓവർഹെഡ് ആയിട്ടും. ഇതെല്ലാം നമ്മൾ അടുത്ത യൂണിറ്റിൽ പ്രോബ്ലത്തിൽ വരുന്നതാണ് കേട്ടോ. ഈ മെറ്റീരിയൽ, ലേബർ ഒക്കെ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ പറയുന്നത്? റെസീപ്റ്റ്സും പേയ്മെന്റും ആയിട്ടാണ് എന്ത്? ഡെബിറ്റും ക്രെഡിറ്റും കണക്കാക്കുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. റെസീപ്റ്റ്സിനും പേയ്മെന്റ്സിനും ഡെബിറ്റും ക്രെഡിറ്റും ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്, ജോബ് പ്രോസസ് അക്കൗണ്ട്സ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ജോബ് അല്ലെങ്കിൽ പ്രോസസ് അക്കൗണ്ട്സ്. ഈ നിങ്ങൾക്ക് അടുത്ത യൂണിറ്റിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് കോസ്റ്റ് ഷീറ്റ് ആണ് കേട്ടോ. അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ജോബ് ഓർ പ്രോസസ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് യൂസ്ഡ് ഫോർ ടാക്സ്. ടാക്സ് എന്ത് ചെയ്യുന്നില്ല? കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നില്ല. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ത് ചെയ്യുന്നുണ്ട്? കാൽക്കുലേഷന് വേണ്ടി ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത്രയാണ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 6 പോയിന്റ്സ് പറഞ്ഞ് കോസ്റ്റ് അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള നോട്ടാണ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ്. അത് ഞാൻ നിങ്ങളെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയത് ഞാൻ പറയുന്നില്ല. കാരണം ഇതാ 4 മെയിൻ ഒബ്ജക്ട്സ് ഓഫ് കോസ്റ്റിംഗ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഡിഫറൻസ് അതൊക്കെ നമ്മൾ പറഞ്ഞതല്ലേ. ഞാൻ അതിലേക്ക് ഇനി പോണില്ല, ഞാൻ അടുത്ത ഭാഗം തന്നെ എടുക്കുക. നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രോബ്ലം ചെയ്യുമ്പോഴാണ് അത് ആവശ്യമായിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് ആണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ ഓഫ് എ കോസ്റ്റിംഗ് സിസ്റ്റം. ഒരു കോസ്റ്റിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ വെക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇതിലെന്താ പറയുന്നത്? ഇൻ ദി വ്യൂ ഓഫ് ഗ്രോയിങ് സൈസ് ആൻഡ് വെറൈറ്റി ഓഫ് ഓർഗനൈസേഷൻ, എ സിംഗിൾ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് cannot suit every business. The principles and procedures of costing therefore have to be applied in the each organization according to its own characteristics and അതിലെന്താ പറയുന്നത് വെച്ചാൽ ഓരോ ബിസിനസ്സിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എന്ത് വേണം? കോസ്റ്റിംഗ് സിസ്റ്റം വേണം. അപ്പം എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ രീതിയിലുള്ള കോസ്റ്റ് ആവൂല ഉണ്ടാവുക. കാരണം ഓരോ സ്ഥാപനത്തിനും എന്തുണ്ട്? അതിൻ്റെതായ ഓരോ രീതികളും മെത്തേഡ്സും ഒക്കെ ഉണ്ട്. അതാണ് ഇതിൽ പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു മിനിറ്റ്,
ഓക്കെ. ഒരു ഇവിടെ പറയുന്നത് ബിഫോർ ഇൻട്രൊഡ്യൂസിംഗ് എ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ഇറ്റ് വുഡ് ബി അഡ്വൈസബിൾ ടു കണ്ടക്ട് എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ടു ആക്സസ് ദി എക്സാക്ട് റിക്വയർമെന്റ്സ് ഓഫ് എ ബിസിനസ് in respect of product organization, manufacturing process and selling and distribution methods. ഓക്കെ. അപ്പോൾ ഒരു പുതിയ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതെന്താ? ഫസ്റ്റ് ആണ് എന്ത് പറഞ്ഞത്? ബിസിനസിന്റെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പരിശോധിക്കണം. അതായത് പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ഏത് രീതിയിലാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് കാര്യങ്ങൾ ഉറപ്പാക്കണം. എന്തൊക്കെ? നിലവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉറപ്പാക്കണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു പ്രൊഡക്റ്റിന് ഏത് ഏത് രീതിക്കാണ് നമ്മളിപ്പോൾ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യണം? നടപ്പാക്കണം. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതായിരിക്കണം ആ പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെന്റിന് റെഗുലർ ആയിട്ട് റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാൻ കഴിയണം? നമുക്ക് കൊടുക്കാനായിട്ട് കഴിയണം. ഒരു കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ വെക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞത് എന്ത് ചെയ്യുന്നു? ക്രമമായിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം. അതുപോലെ തന്നെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. അതുപോലെ തന്നെ മാനേജ്മെന്റിന് റെഗുലർ റിപ്പോർട്ട് എന്ത് ചെയ്യണം? നൽകാൻ കഴിയണം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഒരു സിസ്റ്റം, ഇപ്പൊ ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ പറയുന്നത്. ആ കോസ്റ്റിംഗ് സിസ്റ്റം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള രണ്ട് പ്രധാന ചോദ്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആസ്പെക്ട് ഓഫ് നീഡിങ് ദി പ്രോപ്പർ അസസ്മെന്റ് ബിഫോർ ദി ഇൻസ്റ്റാളേഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ്. എന്താണ്? ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദി മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റിംഗ് ഇൻ ദി ബിസിനസ്. അതായത് ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിലെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിലൊരു എക്സാമ്പിളും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വെദർ ഇൻ being introduced for fixing the prices or for instituting a system of cost control or for both. അത് പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ചെലവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണോ? അതാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. എന്ത് ലക്ഷ്യത്തിലാണ് ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം കൊടുത്തിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ടാണെന്നാണോ ചോദിച്ചിട്ടുള്ളത്. പ്രൈസ് നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കോസ്റ്റ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്, കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? വാട്ട് ആർ ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ദി പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് ഓഫ് ദി സിസ്റ്റം. ഈ സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടപ്പിലാക്കുമ്പോൾ ഏതൊക്കെ തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം, പോസിബിൾ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ്, എന്തൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് വരുന്നുണ്ട് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. പിന്നെ നെക്സ്റ്റ് ആണ് നമുക്ക് പോസിബിൾ ഡിഫിക്കൽട്ടീസ്, ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ വരാം, ആ കാര്യമാണ് നെക്സ്റ്റ് കണ്ടു പറയുന്നത്. വി മസ്റ്റ് കോൺഷ്യസ് ഓഫ് ദീസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻട്രൊഡ്യൂസിംഗ് ദി സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ആൻഡ് ദാറ്റ് ദേ ഹാവ് ടു ബി ഓവർകം. ദീസ് ഡിഫിക്കൽട്ടീസ് യൂഷ്വലി ആർ അതായത് ചെലവ് കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ നടപ്പിലാക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് 1.1 ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻആഡിക്വേറ്റ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെന്റ് ആൻഡ് ഓപ്പോസിഷൻ ടു ദി സിസ്റ്റം ബൈ സം ഓഫീസേഴ്സ്. അതായത് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യമുള്ളൊരു പിന്തുണ കിട്ടാതെ പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു ഡിഫിക്കൽട്ടീസ് ആണ് അത് അല്ലേ. ഒരു മാനേജ്മെന്റിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു നല്ലൊരു കോസ്റ്റിംഗ് സിസ്റ്റം അവിടെ കൊണ്ടുവരാനായിട്ട് കഴിയില്ല. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഫ്രം സ്റ്റാഫ് അസോസിയേറ്റ് വിത്ത് ദി ഓപ്പറേഷൻ ഓഫ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സിസ്റ്റം. അതായത് നിലവിലുള്ള നമുക്ക് ആ ഒരു പ്രോസസ്സിലുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാഫിന്റെ എതിർപ്പ്, ഇന്ന കാര്യം ചെയ്യുമ്പോൾ അയാൾക്കൊരു ഭിന്നിപ്പ് ഉണ്ടാകുന്നത് എന്താണ്, ഒരു ഡിഫിക്കൽട്ട് ആണ്. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ resentment at the other level in view of the additional work expected due to the costing system. അതായത് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വിഭാഗത്തിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ഒരു നിരാശ വരുന്നുണ്ട്. കാരണം അവർക്ക് കൂടുതൽ ജോലി കിട്ടുമ്പോൾ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല, ജോബ് സ്ട്രെസ് എന്ത് ചെയ്യും, കൂടുതലില്ല. മറ്റൊരു ഭാഗത്ത് എന്തുണ്ട്, ജോബ് സ്ട്രെസ് നന്നായിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും,
ആ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ എന്തുണ്ടാവും? ഒരു നിരാശ ഉണ്ടാവും. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫ് ടു ഹാൻഡിൽ ദി ന്യൂ സിസ്റ്റം. അതിനെന്താ പറയുക, കൂടുതൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ യോഗ്യതയുള്ള സ്റ്റാഫിന്റെ എന്ത് ചെയ്യുക കുറവാണ് അവിടെ പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെവി കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ ദി പ്രോസസ് ഓഫ് ഇൻസ്റ്റാളേഷൻ. ഒരു പുതിയൊരു സിസ്റ്റം നടപ്പിലാക്കുമ്പോൾ അതിനുള്ള ചെലവുകൾ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതലാകുന്നുണ്ട്. അതാണ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. അതായത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മൾ പരിഗണിക്കേണ്ടത്, ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ എന്താ വെച്ചാല് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്നാഡിക്വേറ്റ് സപ്പോർട്ട് ഫ്രം ഒബ്ജക്റ്റീവ്സ് ഫോർ ദി കോസ്റ്റിംഗ് സിസ്റ്റം. സിസ്റ്റത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ലക്ഷ്യത്തിലാണ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നേച്ചർ ഓഫ് ദി ബിസിനസ്. ബിസിനസിന്റെ ഏത് നേച്ചർ ആണ് ബിസിനസ്സിനുള്ളത്, ബിസിനസിന്റെ സ്വഭാവം നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. തേർഡ് പോയിന്റ് ക്വാളിറ്റി ഓഫ് ദി മാനേജ്മെന്റ്, മാനേജ്മെന്റിന്റെ നിലവാരം. ഫോർത്ത് പോയിന്റ് സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, സ്കോപ്പ് ഓഫ് അതോറിറ്റി, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് റിപ്പോർട്ട് ടു ബി സബ്മിറ്റഡ്. അതായത് സ്ഥാപനത്തിന്റെ വലുപ്പം, അതേപോലെ തന്നെ ഏത് ഒരു എന്താ പറയാ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ, ഏതൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ്, അതുപോലെ തന്നെ അതിന്റെ സ്കോപ്പ് എന്താണ്, ഏത് തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദി ബിസിനസ്. 1 minute. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ടെക്നിക്കൽ പരമായ കാര്യങ്ങൾ. സിക്സ്ത് പോയിന്റ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ബിഹേവിയർ ഓഫ് ദി സ്റ്റാഫ് ഇൻ എക്സ്റ്റെൻഡിങ് കോപ്പറേഷൻ ടു ദി സിസ്റ്റം ആൻഡ് ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനുള്ള ഒരു സ്റ്റാഫിന്റെ ബിഹേവിയറും ആറ്റിറ്റ്യൂഡ്, അതുപോലെ ഏത് രീതിയിലാണ് ഒരു സ്റ്റാഫ് ഒരു ഓർഗനൈസേഷനിൽ ബിഹേവ് ചെയ്യുന്നത്, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സെവൻത്ത് പോയിന്റ് ഇമ്പാക്ട് ഓഫ് ഡിഫറെന്റ് ഓപ്പറേഷൻസ് ഓഫ് വേരിയബിൾ എക്സ്പെൻസസ്. അതായത് വ്യത്യസ്ത ആക്ടിവിറ്റീസിലൂടെ ചെലവിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിൽ പറയാ. എയ്ത്ത് പോയിന്റ് മാനർ ഓഫ് reconciliation between cost and financial accounts and the possibilities of developing them into the integrated system of accounting through control accounts. എയ്ത്ത് പോയിന്റ് അതായത് ഒരു ഓർഗനൈസേഷനിലെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഉണ്ടാവും, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള അക്കൗണ്ട്സ്. ആ അക്കൗണ്ട്സിൽ എന്ത് ഒരു ഫിനാൻഷ്യൽ കണക്കുകൂട്ടലുമായിട്ടുള്ളൊരു പൊരുത്തം, അങ്ങനെയാണ് അതിൽ എയ്ത്ത് പോയിന്റിൽ പറയുന്നത്. നയൻത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം ഓഫ് ഇൻഫർമേഷൻ നീഡ്സ് ആൻഡ് ദി പ്രോസസ് ഓഫ് കളക്ടിങ് ദി ഡാറ്റ വിതൗട്ട് മച്ച് ലേബർ. ഇത് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷെ എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു പോവാണ്. കാരണം ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് എവിടുന്ന വന്നത് അവിടുന്ന് വന്നൊരു കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ട് ഞാൻ ഇതിലൊന്നും വായിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ 10th പോയിന്റ് അല്ലേ, nature of the product and the type of costing system which will suit the product. പ്രൊഡക്റ്റിന്റെ നാച്ചർ, അതായത് സ്വഭാവം, അതുപോലെ തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള കാൽക്കുലേഷൻ സംവിധാനമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണിക്കുന്നുണ്ട്. 11th പോയിന്റ് extent to which the importance of the system can be appreciated by the supporting staff and an awareness created among them about the relevance of regular data collection. അപ്പൊ ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം എന്നുള്ളത് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം? സ്റ്റാഫ് മനസ്സിലാക്കണം. എന്തിനാണ് ഈ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കണം എന്നുള്ള വ്യക്തമായൊരു ബോധം ഈ സ്റ്റാഫ്സിന് ഉണ്ടായിരിക്കണം. അതാണ് 11th പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് സക്സസ് ഓഫ് ദി കോസ്റ്റിംഗ് സിസ്റ്റം അല്ലേ? സക്സസ് ഓഫ് ദി കോസ്റ്റിംഗ് സിസ്റ്റം. ഒരു കോസ്റ്റിംഗ് സിസ്റ്റത്തിന്റെ സക്സസിന് വേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഒരു സ്ഥാപനത്തിൽ കോസ്റ്റിംഗ് സിസ്റ്റം പ്രോഫിറ്റബിൾ ആയിട്ട് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് എന്താ? ഇറ്റ് ഈസ് സ്യൂട്ട് ദി നാച്ചർ ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദി ബിസിനസ്. ഓരോ സ്ഥാപനത്തിനും വ്യത്യസ്ത ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ സ്ഥാപനത്തിനും ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ അതേ ആവശ്യങ്ങളായിരിക്കില്ല മറ്റൊന്നിന്. ഡിഫറെന്റ് ആണ്. എല്ലാം വെച്ച് നോക്കുമ്പോഴും എല്ലതും ഡിഫറെന്റ് ആണ്. അപ്പം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? കോസ്റ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യണം? രൂപപ്പെടുത്തണം. കാരണം ഒരു സ്ഥാപനത്തിന് എന്ത് ആവശ്യമാണ്, എന്ത് നീഡാണോ ആ ഒരു സ്ഥാപനത്തിനുള്ളത്, അതിനനുസരിച്ചിട്ട് വേണം ഒരു കോസ്റ്റിംഗ് സിസ്റ്റം പ്രിപ്പയർ ചെയ്യാൻ. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. For this purpose, standards forms should be used and the objective of every records and report should be clear to all concerned. ഇതിൽ എന്താ പറയുന്നത്? നമ്മൾ ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആയിരിക്കണം ഇത് എന്ത് ചെയ്യണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. കോസ്റ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് എപ്പോഴും സിമ്പിളും ഈസിയും ആയിരിക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? റിപ്പോർട്ടും ഫോംസ് ഒക്കെ എന്ത് ചെയ്യണം? കറക്റ്റ് ഫോമിലായിരിക്കണം. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യണം? മനസ്സിലാക്കാനും വ്യക്തമായിരിക്കണം റിപ്പോർട്ട്സ് ആൻഡ് ഫോംസ് ഒക്കെ. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റിസീവ്സ് ഫുൾ കോപ്പറേഷൻ ഓഫ് ദി സ്റ്റാഫ്. അതായത് സ്റ്റാഫിന്റെ മുഴുവൻ സഹകരണം എന്തിരിക്കണം? കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. എല്ലാ വർക്കേഴ്സും ഈ കോസ്റ്റിംഗ് സിസ്റ്റത്തിനെ പിന്തുണച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് ഇറ്റ് എൻഷ്യൂർ promptness and regularity in flow of required information for the preparation and presentation of costing reports. ഇതിൽ പറയുന്ന ആവശ്യമായ വിവരങ്ങൾ എന്ത് ചെയ്യണം? ശരിയായ സമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പം കാൽക്കുലേഷൻസ് ഒക്കെ ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ തയ്യാറാക്കി ഇന്ന ടൈമിൽ ഒരു സ്പെസിഫിക് ടൈം ഉണ്ടാവും. ആ ടൈമിൽ തന്നെ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അതാണ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത്. ഫിഫ്ത്ത് പോയിന്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലോസ്ലി ലിങ്ക്ഡ് വിത്ത് ദി ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സിസ്റ്റം ആൻഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു റിക്കൺസിൽ ദി റിസൾട്ട്സ് ഒബ്റ്റൈൻഡ് ബൈ കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടുമായിട്ട് എന്ത് ചെയ്തിരിക്കണം? കണക്ട് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കണം. അപ്പൊ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു ഒത്തുചേർപ്പ് ഉണ്ടാവുള്ളൂ. കാരണം ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ട് ഒരു ടച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമ്പനീന്റെ കൂടുതലായിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി അതുപോലെ തന്നെ സ്കോപ്സ് ഒക്കെ എന്ത് ചെയ്യാൻ കഴിയും? മറ്റൊരു കമ്പനിക്കും കൂടി ഒരു ഇൻഫ്ലുവൻസ് ആവാനായിട്ട് കഴിയും. സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് കോൺട്രിബ്യൂട്ട് കോസ്റ്റ് കൺട്രോൾ എഫക്റ്റീവ്ലി. കോസ്റ്റ് എന്ത് ചെയ്യണം? എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യണം. അതാണ് സിക്സ്ത് പോയിന്റ് പറഞ്ഞാൽ. സെവൻത് പോയിന്റ് എന്ന് പറഞ്ഞാൽ to provide for comparison of estimates with the actual results. അതായത് കമ്പാരിസൺ എസ്റ്റിമേറ്റ് ദി ആക്ച്വൽ റിസൾട്ട്സ്. യഥാർത്ഥ റിസൾട്ടും അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ള റിസൾട്ട്സ് ഒക്കെ ഉണ്ടാവില്ല. ആക്ച്വൽ റിസൾട്ട്സും അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട്സിന്റെയും കമ്പാരിസൺ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയ്ത്ത് പോയിന്റ് പറഞ്ഞാൽ ദർ ഈസ് എ കൺസിഡറബിൾ amount of flexibility in the system so that it can easily adjust with the changing conditions or requirements of the business. എയ്ത്ത് പോയിന്റ് പറഞ്ഞാൽ ഒരു ബിസിനസിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്തായിരിക്കണം? ഫ്ലെക്സിബിലിറ്റി കാണിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. എയ്റ്റ് പോയിന്റ് അതായത് പുതിയൊരു സാഹചര്യങ്ങൾ ഉണ്ടാവും. ഓരോ ആവശ്യങ്ങളും ഒരു പുതിയ സാഹചര്യങ്ങളോടും ആവശ്യങ്ങളോടും ചേർന്നിട്ട് പ്രവർത്തിക്കാൻ കഴിയണം. ഒരു മോഡേൺ വേൾഡ് ആണ്. അപ്പൊ അതിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയണം? ഫ്ലെക്സിബിൾ ആവാൻ കഴിയണം എന്നാണ് എയ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നയൻത്ത് പോയിന്റ് ദി കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം
The cost of installation and operation of costing system is justified by the benefits derived from the system. ഓക്കെ, അതായത് ഈ കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ സ്ഥാപിക്കുമ്പോഴും അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തിക്കൊണ്ടുപോകുമ്പോഴും ചിലവാകുമ്പോൾ നമുക്ക് എത്ര തുക, എത്ര ഒരു എമൗണ്ട് ഓഫ് മണി ചിലവാകും, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടും, പ്രോഫിറ്റ് എത്ര കിട്ടും എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു പ്രോസസ്. അതാണ് 9th പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഭാഗമാണ് ഈ യൂണിറ്റിന്റെ. ചുരുക്കത്തിൽ ഇപ്പം നമ്മൾ എടുത്തതൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മൾ കോസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞു, കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി അതൊക്കെ പറഞ്ഞ്. പിന്നെ കോസ്റ്റിംഗ് എന്തായിരുന്നു, ഒരു പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ കോസ്റ്റ് കണ്ടെത്തുന്നതും അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അതിന് കുറെ നമ്മൾ അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിഫറൻസ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ, എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തെങ്കിലൊക്കെ നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടെത്താൻ, അതുപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ പ്രൈസ് എന്ത് ചെയ്യാന്, നിശ്ചയിക്കാനും, അതുപോലെ തന്നെ കോസ്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുക, ചെലവുകൾ നമ്മൾ ഇത്ര ചെലവേ പാടുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. പിന്നെ എന്തിന്, മാനേജ്മെന്റിന് വിവരങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചു, അതിന്റെ ലിമിറ്റേഷൻസ് പഠിച്ച്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ ലിമിറ്റേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് ഇത് വ്യത്യസ്തമാവുന്നത്, നമ്മൾ ലിമിറ്റേഷൻസും ഡിഫറൻസ് പറഞ്ഞതിൽ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ, ഡിഫറൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ എഴുതാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ എഴുതാനായിട്ട് കഴിയും. അപ്പം എന്താ കാരണം വെച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് വേറൊരു ഉദ്ദേശത്തിലാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഇതല്ല. ഒരു ഓവറാൾ ആണ് എന്ത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന്റെ റെക്കോർഡിംഗ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് നടത്തുന്നത്. അതുപോലെ തന്നെ കൂടുതലായിട്ട് വിശദമായ വിവരങ്ങളാണ് ആര് നൽകുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നൽകുന്നത്. പറഞ്ഞല്ലോ, ഓവറാൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും കൂടിയാണ് നമുക്ക് കിട്ടുക. പിന്നെ മാനേജ്മെന്റിന്റെ ഡിസിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കോസ്റ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണ്, അതിന്റെ ഡിഫിക്കൽട്ടീസ്, ഫാക്ടേഴ്സ് അതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, കോസ്റ്റിംഗ് സിസ്റ്റം എന്തൊക്കെയായിരുന്നു, ഒരു സിമ്പിൾ ആയിരിക്കണം, നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരിക്കണം, ഒരു സ്പെസിഫിക് ടൈമിൽ അത് പ്രോസസ്സ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ എന്തായിരിക്കണം, കോസ്റ്റ് കുറഞ്ഞതായിരിക്കണം. അതൊക്കെയാണ് കോസ്റ്റിംഗ് സിസ്റ്റത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. ഇനി അതിൽ കുറച്ച് കീവേഡ്സ് ആയിട്ട് വരുന്നുണ്ട്. കീവേഡ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, ഡയറക്റ്റ്, അതുപോലെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, മെറ്റീരിയൽ, ലേബർ, ഇതൊക്കെ നമുക്ക് അടുത്ത യൂണിറ്റിൽ ആവശ്യമുണ്ട്. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞത് അലോക്കേഷൻ ആണ്. അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ചെലവുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ചെലവായിട്ട് നമ്മൾ മാറ്റി നിർത്തുള്ളൂ. അതിനെയാണ് നമ്മൾ അലോക്കേഷൻ എന്ന് പറയാം. പിന്നെ ബഡ്ജറ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയണ്ടാവും, ഇന്ന ഒരു പ്രൊഡക്റ്റിന് ഇത്ര ബഡ്ജറ്റ് ആണ്, ഇപ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഇത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ് തുടങ്ങാൻ പറ്റൂ. ഒരു ഭാവിയിലേക്കുള്ള ഒരു വരുമാനം എന്ത് ചെയ്യാം, കരുതി വെക്കുന്നതാണ് എന്ത് നമ്മൾ പറയാ, ബഡ്ജറ്റ് എന്ന് പറയാം. പിന്നെ പറഞ്ഞത് കോസ്റ്റിംഗ്. നമ്മൾ ഈ യൂണിറ്റ് ഫുൾ നമ്മളിപ്പോൾ കോസ്റ്റിംഗ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഈ കോസ്റ്റ് പറഞ്ഞല്ലോ, കോസ്റ്റ് പറഞ്ഞാൽ ഒരു എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. ആ കോസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു ഫോർമാറ്റ്, അതിനാണ് നമ്മൾ എന്താ പറയാ, ഒരു കോസ്റ്റ് ഷീറ്റ് എന്ന് പറയാം. ഇതാണ് നിങ്ങൾക്ക് അടുത്ത യൂണിറ്റിന്റെ പ്രോബ്ലം പറയാം, പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് എന്ന് നമുക്ക് അടുത്ത യൂണിറ്റ് എടുക്കുമ്പോൾ പറയാം. സിമ്പിൾ ആണ്, നമുക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടാനുള്ളൊരു പ്രോബ്ലം ആണത്. പിന്നെ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന
പ്ലേസ് അതിനെ നമ്മൾ കോസ്റ്റ് സെന്റർ എന്ന് പറയാം. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിന്റെ നിന്ന് നമുക്ക് നേരിട്ട് ഉണ്ടാവുന്ന ചെലവുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് പറയാം. ഫിക്സഡ് എക്സ്പെൻസ് പറഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റിന് എപ്പോഴും ആ ഒരു എക്സ്പെൻസ് ഉണ്ടാവും, അത് പ്രൊഡക്റ്റിന് വിട്ടു പോവാത്തൊരു എക്സ്പെൻസ്. അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ആ പ്രൈസ് എന്താണ്, ഒരു ഫിക്സഡ് എക്സ്പെൻസ് ആണ് അതിന്റെ. പിന്നെ ഐഡൽ കപ്പാസിറ്റി. ഐഡൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഉപയോഗിക്കാത്തൊരു എന്താ പറയാ, ഒരു ഉൽപാദന ശേഷി എന്നൊക്കെ പറയുമല്ലോ, നമുക്ക് ഉപയോഗമില്ല അതിനെക്കുറിച്ച്, അത് ഉണ്ടായിച്ചിട്ട് നമുക്കൊരു കുഴപ്പമില്ല എന്ന് അതിനെ കുറിച്ചുള്ള ഒരു ഉപയോഗം നമുക്കില്ല. അതാണ് ഐഡിയൽ കപ്പാസിറ്റി. പിന്നെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി പറഞ്ഞാൽ നമുക്ക് ടോട്ടലൈസ്ഡ് ഉള്ള പ്രൊഡക്ഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞാൽ പ്രൊഡക്റ്റിന് നേരിട്ട് നമുക്ക് ഇപ്പൊ ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് അറിയില്ല, അങ്ങനെ ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് അറിയാനായിട്ട് കഴിയും, പക്ഷെ ഇൻഡയറക്റ്റ് എന്താ നമുക്ക് അറിയാൻ കഴിയാത്തൊരു എക്സ്പെൻസ് ആണത്. കാരണം അത് ഇപ്പോൾ അതിന്റെ റോ മെറ്റീരിയൽ മുതൽ ഒരു പ്രൊഡക്റ്റ് ആയി വരുന്നത് വരെയുള്ള ഒരു എക്സ്പെൻസ്, അപ്പൊ ആ റോ മെറ്റീരിയലിന്റെ ഉള്ളിലായിരിക്കും അത് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഇൻക്ലൂഡ് ആയിട്ടുണ്ടാവുക, അത് നമുക്ക് അറിയാൻ കഴിയൂല ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. പിന്നെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് ടോട്ടലൈസ് ഉണ്ടാവുന്നതിനാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുക. ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എല്ലാത്തരം, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയലിനെയും ഇൻഡയറക്റ്റ് ലേബറിനെയും ഇൻഡയറക്റ്റ് റോ മെറ്റീരിയലിനെയും കൂടി കൂട്ടിയിട്ടുള്ളതാണ് നമ്മൾ എന്ത് പറയാ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതായത് ഓവർ ഹെഡ് എന്ന് പറയാം. പിന്നെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന് ഉദ്ദേശിച്ചിട്ടുള്ളൊരു ലോ പ്രൈസ്, അതിനെയാണ് നമ്മൾ ലോ പ്രൈസിൽ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മൾ കൊടുക്കില്ല, അതിനെയാണ് നമ്മൾ കൊട്ടേഷൻ എന്ന് പറയാം. റീകൺസിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെ വ്യത്യാസം. ഒരു പ്രൊഡക്ട്സ് ഒരു 20 റുപ്പീസിന് കൊടുത്തു, ഒരു പ്രൊഡക്ട്സ് 25 റുപ്പീസിന് കൊടുത്തു, അപ്പൊ അത് തമ്മിലുള്ള ഡിഫറൻസിന് അറിയാൻ വേണ്ടിയിട്ടാണ് റീകൺസിലേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റിന് നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന ഒരു പ്രൈസ്, പിന്നെ അതിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അത് എന്ത് ചെയ്യും, പ്രൈസ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു ഇതാണ് എന്ത്, പ്രോസസ്സാണ് എന്ത്, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പിന്നെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ട്സിന്റെ ടോട്ടലൈസ്ഡ് ചെലവ് അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ നമ്പർ ഓഫ് ഔട്ട്പുട്ട്, അതിനെയാണ് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയാ. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയൻസ് ആണ്. വേരിയൻസ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതുപോലെ തന്നെ യഥാർത്ഥ കോസ്റ്റും തമ്മിലുള്ളൊരു വ്യത്യാസം. നമ്മൾ സ്റ്റാൻഡേർഡ് നേരത്തെ പറഞ്ഞു, അപ്പൊ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റും അതുപോലെ തന്നെ അതിനുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്, ആ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ വേരിയൻസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് യൂണിറ്റിൽ ഉള്ളത്. ഇതോടുകൂടി ഫസ്റ്റ് യൂണിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് ആണ് എടുക്കുക. സെക്കൻഡ് യൂണിറ്റിൽ കുറച്ച് തിയറി വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം തുടങ്ങുന്നുണ്ട്. കോസ്റ്റ് ഷീറ്റ് നമുക്ക് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. സിമ്പിൾ ആണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്, മാർക്കും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പൊ ഇന്നെടുത്തതൊക്കെ മനസ്സിലായിക്കണോ നിങ്ങൾക്ക്? ഹലോ, പറയും.